വ്യൂവേഴ്സിനും ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ ഈ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 സെക്കൻഡ് സ്റ്റേജ് ഓഫ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യും. ഈ സെക്കൻഡ് സ്റ്റേജിൽ നമ്മുടെ കണ്ടസ്റ്റൻസിന് കൊടുത്തിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ 2 റൗണ്ടുകളാണ്. The first one is Sing for Fun round. Sing for Fun റൗണ്ടിൽ നമ്മുടെ കണ്ടസ്റ്റൻസ് കോമഡി എലമെന്റ് നിറഞ്ഞ ഒരു സോങ് ആയിരിക്കും സെലക്ട് ചെയ്ത് ഇവിടെ പെർഫോം ചെയ്യുന്നത്. ആൻഡ് ദ അനദർ വൺ ഈസ് സിംഗ് വിത്ത് പിയാനോ റൗണ്ട്. ഇത് നമുക്ക് വളരെ പുതുമ നിറഞ്ഞ ഒരു റൗണ്ടാണ്. ഈ റൗണ്ടിൽ നമ്മുടെ കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അതിലേക്ക് നമുക്ക് കടക്കാം. ബട്ട് ബിഫോർ ദാറ്റ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ആദ്യമായി I would like to welcome the very talented music director of Malayalam film industry, Biji Bal. Next I would like to welcome the very charming and energetic singer of Malayalam film industry, നമ്മുടെ സ്വന്തം റിമി ടോമി. ഇന്ന് മുതൽ നമ്മുടെ ജഡ്ജിംഗ് പാനലിൽ ജോയിൻ ചെയ്യാൻ ഒരു വെരി സ്പെഷ്യൽ ഗസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ മലയാളികൾക്ക് വളരെ പ്രിയങ്കരിയായ ഒരു ഗായികയാണ്. വളരെ വ്യത്യസ്തമായ ഒരു ശബ്ദത്തിന്റെ ഉടമയും മലയാളികൾക്ക് ഒട്ടേറെ നല്ല ഗാനങ്ങൾ സമ്മാനിച്ച ഒരു അധ്യാപികയും കൂടിയായ നമ്മുടെ സ്വന്തം അരുന്ധതി ടീച്ചറാണ്. നമുക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം അരുന്ധതി ചേച്ചീനെ. ഹായ് ചേച്ചി. ഹായ്. ഇന്ന് മുതൽ നമ്മുടെ കണ്ടസ്റ്റന്റിനെ ജഡ്ജ് ചെയ്യാനായി ചേച്ചിയും കൂടെ നമ്മുടെ ജഡ്ജിങ് പാനലിൽ ഒന്നിക്കുകയാണ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ചേച്ചി പ്രോഗ്രാം കാണാറുണ്ടോ? തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ എനിക്ക് കൊച്ചു കുട്ടികളെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വളരെ കൗതുകത്തോടു കൂടി. അതുമല്ല, ഞാൻ എപ്പോഴും പറയാം, ഞങ്ങളൊക്കെ പാടിയിരുന്ന സമയത്ത് ഈ ഭാവത്തിനേക്കാളും കൂടുതൽ സംഗതികളിലൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. കുട്ടികൾ ഓരോ പാട്ടും ശരിക്കും നല്ല ഭാവത്തോടു കൂടി ഒരുപാട് കുട്ടികൾ നല്ലോണം പാടുന്നുണ്ട്. പിന്നെ എനിക്ക് അവരുടെ പേരൻസിനെ ഞാൻ പ്രത്യേകം കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. എത്ര മെനക്കേട് സഹിച്ചാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത്രയും ക്ഷമയോടുകൂടി ഇത്രയും ദിവസം അവരുടെ പേഴ്സണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെച്ച് ശരിക്കും സാക്രിഫൈസ് ആണ്. കുട്ടികൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നന്നായി പ്രയത്നിച്ച് നല്ല രീതിയിൽ ഇപ്പോൾ എല്ലാവർക്കും പ്രൈസ് കിട്ടുന്നുണ്ടോ ഇല്ലയോ അതല്ല കാര്യം. നമുക്ക് പേഴ്സണലായിട്ട് എത്രത്തോളം ക്വാളിറ്റി ഗെയിൻ ചെയ്യാൻ പറ്റുന്നു അതാണ് ഇതിൻ്റെ അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അത് ഇവിടെ കിട്ടുന്ന നല്ലൊരു ഗ്രൂമിങ്ങും നല്ല പെർമനൻറ്റ് ജഡ്ജിങ് പാനലിൻ്റെ സപ്പോർട്ടും നല്ല ഓർക്കസ്ട്ര, നമ്പർ 1 ഓർക്കസ്ട്ര ഓഫ് ട്രിവാൻഡ്രം, അവരുടെയൊക്കെ എന്താ പറയണത് സപ്പോർട്ടും കൊണ്ട് കുട്ടികൾ നല്ല ക്വാളിറ്റി അറ്റൈൻ ചെയ്യണം. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് കുട്ടികൾ കരുതേണ്ടത്. ചേച്ചിക്ക് ഒരുപാട് നല്ല നല്ല പെർഫോമൻസസ് നമ്മുടെ കണ്ടസ്റ്റൻസ് സമ്മാനിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. താങ്ക് യു ചേച്ചി. യു ക്യാൻ ഹാവ് യുവർ സീറ്റ്. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിയാനോ റൗണ്ടിലാണ്. ഈ പിയാനോ റൗണ്ട് നമ്മൾ വ്യൂവേഴ്സിനും കണ്ടസ്റ്റൻസിനും വളരെ പുതുമ നിറഞ്ഞതാണ്. ബിക്കോസ് ഒരു ഇംഗ്ലീഷ് പിയാനോ നമ്മുടെ മലയാളം റിയാലിറ്റി ഷോയിൽ ഇത് ആദ്യമായിട്ടായിരിക്കും നമ്മുടെ കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്യാൻ എത്തുന്നത്. സോ ഇന്നത്തെ ഈ പിയാനോ റൗണ്ടിൽ നമ്മുടെ കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത് വളരെ ബ്രില്യൻ്റ് ആയ ഒരു പിയാനിസ്റ്റ് ആണ്, ദ യങ് വൈബ്രന്റ് റാൽഫിൻ.
So once more, let's give it up for Ralphin. Hi, Cheta. Welcome to our show. Thank you. We have to know more about you. എവിടുന്നായിരുന്നു ഈ പിയാനോയുടെ ജേണി സ്റ്റാർട്ട് ചെയ്തത്? പിയാനോ ഞാൻ തന്നെത്താൻ പഠിച്ചതാണ്. പക്ഷേ പ്രോപ്പറായിട്ട് ഞാൻ പഠിച്ചെന്ന് പറയാനായിട്ട് തൃശ്ശൂരിലുള്ള ചേതന മ്യൂസിക് അക്കാദമിയിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അവിടെ ഫാദർ തോമസ് ചക്കാലമറ്റത്തിന്റെ ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ. അപ്പം അവിടെ നിന്നാണ് ഞാൻ ട്രിനിറ്റി കോളേജിന്റെ 8th grade സർട്ടിഫിക്കറ്റ് എല്ലാം നേടിയത്. ഓ, ഗ്രേറ്റ് ടു നോ ദാറ്റ്. അപ്പം വളരെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയാം ഇതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഫസ്റ്റ് ടൈമാണ് ഒരു റിയാലിറ്റി ഷോയില് ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് പിയാനോ കൊണ്ടുവന്ന് പ്ലേ ചെയ്യുന്നത്. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പ്രാക്ടീസ് സെക്ഷൻസ് ഒക്കെ? പ്രാക്ടീസ് സെഷൻ ഒത്തിരി നല്ലതായിരുന്നു. കാരണം ഇത് പിയാനോ റൗണ്ടിൽ ജൂനിയർ ഐഡൽ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ കരുതിയത് കുട്ടികളായതുകൊണ്ട് പിയാനോയുടെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും. മൃദുവൊന്നുമില്ല. മിക്കവർക്കും പാടുമ്പോൾ പിയാനോ വെച്ച് പാടുമ്പോൾ ഓരോ കോഡ് പിടിക്കുമ്പോഴും അവർക്ക് ശ്രുതി ഇത്തിരി വേവ് ചെയ്യും. പക്ഷേ പ്രാക്ടീസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിന്റെ പ്രൊഡ്യൂസർമാരോടും എല്ലാവരോടും പറയണിരുന്നു, ഇത് ശരിക്കും ജൂനിയർ ഐഡൽ എന്നുള്ള ആ ലെവലിൽ ജൂനിയർ വേണ്ട. കാരണം അത് കുട്ടികളെ കളിയാക്കണം മീൻസ് അവർ ശരിക്കും ഒരു പ്രൊഫഷണൽ സിംഗിങ് സ്റ്റൈലിൽ തന്നെയാണ് പോണത്. അപ്പം ഞാനിപ്പോൾ എന്ത് വായിച്ചാലും ഏത് ടെമ്പോ ആയിട്ടാലും ഈവൻ ഞാൻ സ്കെയിൽ പെട്ടെന്ന് ചേഞ്ച് ചെയ്താലും അവരതോടെ തന്നെ പിക്ക് ചെയ്യണേണ്. അപ്പൊ അത് ഇവിടുത്തെ ഗ്രൂമിംഗ് സെഷന്റെ ഒരു ഗുണം എനിക്ക് തോന്നിയിരുന്നു. കാരണം സെക്കൻഡ് റൗണ്ടിൽ തന്നെ വന്നപ്പോ തന്നെ പിള്ളേർ ഇത്രയും ഡെവലപ്പ് ചെയ്തപ്പോ അത് ആ ഗ്രൂമിംഗ് സെഷന് ഹെഡ്സ് ഓഫ് ദം. Yes, we have to thank first of all for Anup Chetan. Big round of applause for Anup Shankar. അപ്പോൾ നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കഴിഞ്ഞ ഫസ്റ്റ് സ്റ്റേജിലും നല്ല നല്ല പെർഫോമൻസസ് നമ്മൾക്ക് സമ്മാനിച്ച അനുഗ്രഹ റാഫി. ലെറ്റ്സ് ഗിവ് ഇറ്റ് അപ്പ് ഫോർ അനുഗ്രഹ. അനുഗ്രഹ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, സെക്കൻഡ് സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ജഡ്ജസ് പറഞ്ഞൊക്കെ കറക്റ്റ് ചെയ്തോ? കറക്റ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്, റെഡിയാണ്. ഇന്ന് ഏത് സോങ് ആണെന്ന് ഡീറ്റെയിൽസും ഒന്നും ഞാൻ മോളെടുത്ത് ചോദിക്കില്ല. ഫോർ എ ചേഞ്ച് റാൽഫിൻ ചേട്ടൻ്റെ അടുത്തല്ല, വേറെ ആരുടെ ചോദിക്കണ്ടേ? പപ്പയുടെ അടുത്ത് ചോദിക്കാം. അങ്കിൾ, ഇന്ന് അനുഗ്രഹ പിയാനോ റൗണ്ടിൽ ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ഗോവ എന്ന തമിഴ് ഫിലിമിലെ ഇതുവരെ എന്ന പാട്ടാണ് ആൻഡ്രിയ എന്ന സിംഗർ പാടിയ നല്ലൊരു സോങ് ആണ്. ഐ തിങ്ക് ഇറ്റ്സ് ബെസ്റ്റ് ഫോർ ദിസ് റൗണ്ട്. മോളുടെ സെലക്ഷൻ ആയിരുന്നോ? ഓഡീഷനിൽ പാടിയിരുന്നു. ഓക്കെ, ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നന്നായിട്ട് പെർഫോം ചെയ്യണം. ഓൾ ദി ബെസ്റ്റ് ഫോർ യു. ലെറ്റ്സ് വാച്ച് ഇറ്റ്. இல்லாத உணர்விது இதயத்தில் உன்னான கனவிது பழித்திடும் அந்நாளை தேடிடும் பாடல் கேட்டாயோ இதுவரை இல்லாத உணர்விது இதயத்தில் உன்னான கனவிது பழித்திடும் அந்நாளை தேடிடும் பாடல் கேட்டாயோ மூடாமல் மூடி மறைத்தது காணா பூத்து வருகுது தேடாமல் தேடி கிடைத்தது இங்கே மூடாமல் மூடி மறைத்தது காணா பூத்து வருகுது தேடாமல் தேடி கிடைத்தது இங்கே இங்கே
இன்பம் வந்து நிறையும் எப்போது என்னும் நிலை அறியும் தங்காமலும் தூங்காமலும் நான் செல்லுதே இல்லாமலே நின்று வரும் கனவு கொள்ளாமல் கொண்டு சுகம் என்னென்று சொல்லு நீ துணை வர வேண்டும் நீங்க வழியின் பயணம் ஓ அங்கே அங்கே வந்து வந்து கலக்கும் வெண்மேகவும் வெண்ணிலவும் போலும் எந்த மனம் எண்ணங்களை யார் அறிவார் என் நெஞ்சமுன் போல அல்ல ஏதோ மாற்றும் நிலை புரியாத தோற்றும் இது நீருந்தளமல்ல வானில் விடும் மனதிலைதான் ஓ மனதிலே உள்ளூர் உணர்வுகள் தருந்ததேன் முட்டான உறவுகள் திருந்ததேன் தன்னாலே கனவுகள் நமக்கு முன்னால மனதிலே உள்ளூர் உணர்வுகள் தருந்ததேன் முட்டான உறவுகள் திருந்ததேன் தன்னாலே கனவுகள் நமக்கு முன்னால தேகம் இப்போது உணர்வது தென்றல் என் மீது பருத்தது மோகம் உன்னே நீ வருகுது முன்னே தேகம் இப்போது உணர்வது தென்றல் என் மீது பருத்தது மோகம் உன்னே நீ வருகுது முன்னே അനുഗ്രഹ അടിപൊളിയായിരുന്നു. Thank you. That was an admirable performance. And Ralphin ചേട്ടാ, you were amazing. പറയാതിരിക്കാൻ വയ്യ, അടിച്ചു പൊളിച്ചു രണ്ടുപേരും. അനുഗ്രഹ, ഇത് ഡ്യുവറ്റ് ആയിരുന്നു. ഐ ടോൾഡ് ഇറ്റ് വാസ് ആൻഡ്രിയ ആൻഡ് നരേഷ് അയ്യർ അല്ലേ? അജീഷ്. ഓക്കെ നമുക്ക് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ജഡ്ജസിന്റെ അടുത്ത് തന്നെ ചോദിക്കാം. ഓവർ ടു യു. അനുഗ്രഹ, നന്നായിട്ട് പാടി, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. Thank you. കാരണം ജൂനിയർ ഐഡലില് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് അല്ലെ. പൊതുവെ റിയാലിറ്റി ഷോസിൽ തന്നെ അധികം പിയാനോ റൗണ്ട്സ് അധികം ഉണ്ടാവാറില്ല. കാരണം അത് ബുദ്ധിമുട്ടാണ് റാൽഫിന് അല്ലെ, ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ഷെയ്ക്കേഴ്സ് പോലും കൂടെ ഇല്ല. താളം നമ്മൾ മനസ്സിലും പിയാനോയുടെ ബേസ് നോട്ട്സിലും നമ്മൾ അളക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ കറക്റ്റായിട്ട് അനുഗ്രഹ പാടി. പിന്നെ അനുഗ്രഹയ്ക്ക് പറ്റിയ വോയിസ് ടെക്സ്ചറിന് പറ്റിയ പാട്ടാണ്. ചെറിയ തുടങ്ങിയപ്പോൾ ചെറുതായിട്ടൊന്ന് അല്ലെ ഹമ്മിങ് പാടിയപ്പോൾ ചെറിയൊരു സ്ലിപ്പ് ഉണ്ടായിരുന്നു. ഇടയിലുള്ള ഹമ്മിങ്ങിലും ഉണ്ടായിരുന്നു. പിന്നെ ഇത്തരം നല്ലൊരു വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു റൗണ്ടാണ് അനുഗ്രഹയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ആരോടെങ്കിലും പറഞ്ഞിട്ട് ഇതിന്റെ എപ്പിസോഡ് ടിവിയിലൊക്കെ വരുമ്പോൾ ഇത് റെക്കോർഡ് ചെയ്തിട്ട് ഇത് കേട്ടാൽ നല്ല ഇതായിരിക്കും. കാരണം അതിനകത്ത് ശ്രുതിയൊക്കെ നമുക്കിപ്പോൾ ലൈവായിട്ട് പാടുമ്പോൾ ചിലപ്പോൾ അത് ജഡ്ജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പ്രത്യേകിച്ച് പാടുന്ന ആൾക്ക്. അതൊക്കെ ഗുണകരമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും നല്ല അസലായി. അനുഗ്രഹ കുട്ടി, എന്തോ ഈ പാട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എത്ര രസമായിട്ടാണ് മോള് പാടിയത്. വാക്കുകളില്ല ആ ഒരു പാട്ടിലൂടെ. അതിന്റെ ബാക്കി ടെക്നിക്കലായിട്ടുള്ള സംഭവമൊക്കെ വിട്ടു. പക്ഷെ മൊത്തത്തിൽ ഒരു 5 മിനിറ്റ് നേരം ഇവിടെ ഇരിക്കുന്നവർ ഈ പാട്ട് ആദ്യം കേൾക്കുന്നവർ പോലും അതിൽ ഇങ്ങനെ ലയിച്ച്. എനിക്ക് എത്ര പ്രാവശ്യം ഇങ്ങനെ ദേഹത്ത് കുളിര് കയറിയിട്ടെന്നറിയാം. നല്ല നല്ല പാട്ടുകൾ വരുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. അപ്പൊ ഞാൻ തോന്നുകയാണോ ഇനി AC ആണോ? അല്ലല്ല, നല്ല പാട്ട് കാരണം. അത് ഞാൻ ചേച്ചിയെ നോക്കി, പ്രശ്നമൊന്നുമില്ല, അവർക്കൊന്നും പ്രശ്നമില്ല. റാൽഫിൻ, വെൽക്കം.
ഭയങ്കര സന്തോഷം. കാരണം ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു റൗണ്ട്. അത് മാത്രമല്ല റാൽഫിൻ ഭാവിയിൽ എന്താ പറയാ, നമ്മളിപ്പോ നമ്മുടെ കേരളത്തിൽ സ്റ്റീഫനെയാണ് ഇങ്ങനെ കൂടുതൽ കണ്ടേക്കുന്നത്. സ്റ്റീഫൻ ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ ചേതനയെ പഠിച്ച്, പിന്നെ എവിടുന്ന ഇതെടുത്തത്, എന്തോ എ ഗ്രേഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, ട്രിനിറ്റി, അവിടുന്നും സ്റ്റീഫനും പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ. അതൊക്കെ നമ്മൾ സ്റ്റീഫനിൽ മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ ഇനിയും ഇതുപോലെ ഒത്തിരി ഒത്തിരി കലാകാരന്മാര്, നിങ്ങളെപ്പോലെ ഉള്ള ആൾക്കാര് വളർന്ന് ലോകമെമ്പാടുമുള്ള പിന്നണി ഗായകർക്ക് വേണ്ടി അകമ്പടി വായിക്കുമ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോ തിരക്കേറിയ സമയം എടുത്ത് ഇവിടെ വന്നത്, ഞങ്ങളുടെ കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വന്നതിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നന്ദി പറയുന്നു. നല്ലൊരു കൈഡി കൊടുക്കാം റാൽഫിന്. റാൽഫിനെ ഞാൻ സ്നേഹത്തോടെ ഡോൾഫിൻ എന്ന ഇടയ്ക്ക് വിളിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? ഇവിടെ നിന്ന് നോക്കുമ്പോ എനിക്കൊരു സിനിമാ നടന്റെ ലുക്ക്. ആരാന്നറിയോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ജിഷ്ണു. മറ്റേ ഇപ്പൊ നമ്മളിലേക്ക് ജിഷ്ണുവിന്റെ ഒരു ഷേപ്പ് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നി. എന്തായാലും മോളെ രസമായിട്ട് പാടി, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പിന്നെ മോക്ക് എന്താ പറയാ, എനിക്ക് സയനോരയുടെ ചെറുപ്പമൊക്കെ എനിക്ക് ഓർമ്മ വന്നു. കാരണം വെസ്റ്റേൺ ടൈപ്പ് പാട്ട് പാടുന്നതിലും ഒക്കെ ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും മികച്ച സിംഗേഴ്സിൽ ഒരാളാണ് സയനോര. അപ്പൊ ഒരു നല്ലൊരു കാര്യമല്ലേ അത്. അപ്പൊ അതുപോലെ നല്ല മിടുക്കിയായിട്ട് വരിക. പിന്നെ പിച്ചിങ്ങിന്റെ കാര്യമൊക്കെ ബീച്ചേട്ടൻ പറഞ്ഞു. കുറച്ച് റേഞ്ച് ഒക്കെ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഇനി ഇല്ലെങ്കിലും മോക്ക് ഇതിൽ തന്നെ അല്ല, ഓരോരുത്തർക്കും ഓരോ ഐഡന്റിറ്റി എന്ന് പറയുന്ന മോളുടെ സ്റ്റൈൽ ഇതാണ്. കലക്കി. മോളെ എന്തോ പേര് അച്ഛനും അമ്മയും അറിഞ്ഞിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവം അനുഗ്രഹിച്ച് കിട്ടിയ ഒരു സന്താനമാണ് മോൾ. അവിടെ വന്നിരുന്ന ഈ പിയാനോ ഒക്കെ ആയിട്ട് ഞാൻ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു, എങ്ങനെ ഇരിക്കും കൊച്ചുകുട്ടികൾ ഇങ്ങനെ. നേരത്തെ റാൽഫിൻ തന്നെ സംശയിച്ച പോലെ പിള്ളേർ ഇതിന്റെ കൂടെ എങ്ങനെയാണ് പാടുക എന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചു. പക്ഷെ ഞാൻ ഇരുന്ന് നോക്കിയപ്പോഴത്തേക്കും എപ്പോഴും എല്ലാവർക്കും ആദ്യം തുടങ്ങുമ്പോൾ ചെറിയൊരു പ്രോബ്ലം നാച്ചുറലി ഉണ്ടാകും. അതുമായിട്ടൊന്ന് ആ ട്രാക്കിൽ വീഴാൻ തക്കണം. അങ്ങനെ ഒരു ചെറിയൊരു ശ്രുതി പ്രോബ്ലം ആദ്യം ഉണ്ടായി. അത് കഴിഞ്ഞ് മോൾ അങ്ങോട്ട് അതിലോട്ടങ്ങ് കയറിയപ്പോഴത്തേക്കും വളരെ പിന്നെ എന്താ പറയണത്, ഇങ്ങനെ നമ്മൾ ഇരുന്ന് പോയി പറയുന്ന മാതിരി ഒന്നും ശ്രദ്ധിക്കാൻ വയ്യാതെ, വേറെ ഒന്നും നോക്കാൻ വയ്യ. അങ്ങനെ ശ്രദ്ധിച്ചു. മോളെ പോലും ഞാൻ സത്യം പറഞ്ഞാൽ നോക്കിയില്ല. ഞാൻ ഈ പാട്ട് ഇങ്ങനെ കേട്ടോണ്ടിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നല്ല കോർഡിനേഷൻ പിയാനോ ആയിട്ട് സെക്കൻഡ് സ്റ്റാൻസയിലെ ഒരു ലൈൻ, പ്രത്യേകിച്ച് എന്താ കൊല്ലാൻ അങ്ങനെ എന്തോ വരുന്നേ, സെക്കൻഡ് സ്റ്റാൻസ നല്ല ഫീലായിരുന്നു. അതിന് നല്ല ഫീലായിരുന്നു അത്. പിന്നെ തേർഡ് സ്റ്റാൻസയിൽ ഒരു ഹമ്മിങ് കുറച്ചൊരു പിച്ച്, അത് വെറുതെ നമ്മൾ ഈ പറയാൻ വേണ്ടി ഞാൻ പറയുന്നേ ഉള്ളൂ. ഇതൊന്നും ഒരു കുറവല്ല. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മോളുടെ താഴെയൊക്കെയുള്ള ഭാഗം നല്ല ഒരു ഹസ്കി, ശരിക്കും നല്ല ആ വെസ്റ്റേൺ സ്റ്റൈൽ നന്നായിട്ട് വരുന്നുണ്ട് മോൾക്ക് കേട്ടോ. താഴെയൊക്കെ കുറച്ചിങ്ങനെ ഹസ്കി, മുകളിലോട്ട് ഒരു കുറച്ച് ഹയർ ഒക്ടേവിലോട്ട് പോയപ്പം ആ വോയിസ് ഷിഫ്റ്റ്, ആ നാച്ചുറൽ ആയിട്ടുള്ള ഷിഫ്റ്റ് നന്നായിരുന്നു. ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്തേ ഇല്ല. അപ്പൊ മോള് നല്ലോണം പ്രാക്ടീസ് ചെയ്താൽ നല്ല ഹൈ പിച്ചിലും പാടാൻ പറ്റും, മെലഡി സോങ്സ് നന്നായിട്ട് പാടാൻ പറ്റും. അതിനുള്ള ഒരു സീഡ് മോളുടെ ഉള്ളിലുണ്ട്, ആ ഒരു ടാലന്റിന്റെ സീഡുണ്ട്. അതുകൊണ്ട് പിന്നെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ നന്നായിട്ട് വരും മോള്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു മാം. ഇവിടെ ഇരിക്കുന്ന അരുന്ധതി ചേച്ചിയെ പറ്റി ഒരു വാക്ക് പറഞ്ഞിരിക്കാൻ ശരിയല്ല. അരുന്ധതി ചേച്ചി ഒത്തിരി സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ പ്രോഗ്രാമിലോട്ട്. കാരണം അരുന്ധതി ചേച്ചിയെ പറ്റി പറഞ്ഞില്ല, എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. കാരണം മലയാളികൾക്ക് എത്രയോ പ്രിയപ്പെട്ട ഗാനങ്ങൾ എല്ലാവരും ഇന്ന് പോലും സ്റ്റേജിൽ പാടുന്ന ആ ഒരു ഒറ്റ പാട്ട് തന്നെ ധാരാളം. എത്ര പൂക്കാലം അല്ലെ, എല്ലാവർക്കും ഏത് ഉറക്കത്തിൽ കേട്ടാലും അതിന്റെ സ്വരങ്ങൾ വരെ ബൈഹാട്ടാണ്. അത് പാടാനും വളരെ പ്രയാസമുള്ള ഒരു പാട്ട്. അത് മാത്രമല്ല, ചേച്ചിയുടെ ഹിറ്റ് ലിസ്റ്റില് മേടപ്പൊന്നണിയും പിന്നെ ഒരു ആയിരപ്പറയിലെ യാത്രയായി എന്നുള്ള പാട്ട് ക്ലാസിക്കൽ ബേസ്ഡ് ആണെങ്കിൽ ഒരുപാട് നോളജ് ഉള്ള ചേച്ചി ഞങ്ങളുടെ പ്രോഗ്രാമിൽ വന്നതിന് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ഞാൻ പറഞ്ഞു വന്നത്, ചേച്ചിയുടെ 2 മക്കളും നല്ല അസാധ്യ സിംഗേഴ്സ് ആണ്. ഒന്ന് ചാരുലത, ഇപ്പൊ സിനിമയിലൊക്കെ ചാരു ഒരു ലത ഞാൻ ആഡ് ചെയ്തത് മണ്ണുള്ളതാണ്, അവിടെ ലത എന്ന് പറയാൻ പറ്റില്ല. ഏത് സിനിമയിലാണ് ചേച്ചി പാടിയത്? ഇപ്പൊ ചാരു ഇവർ വിവാഹിതരായാല്, പിന്നെ അങ്ങനെ 2 ചിത്രങ്ങളിൽ സൺഡേ സൂര്യന്റെ അകത്തൊരു പാട്ട് അല്ലേ? അല്ല, സൺഡേ സൂര്യൻ ആ പാട്ട് തന്നെ. പിന്നെ മോൻ ഒരു നല്ല ഉഗ്രൻ സിംഗറാണ്. ഇപ്പൊ ഒരു റിയാലിറ്റി ഷോയില് ഫസ്റ്റ് പ്രൈസിലോട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. താങ്ക് യു ചേച്ചി, താങ്ക് യു. എനിക്കും റിമി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് റിമിയെ പറ്റി പറയാതിരിക്കാൻ നിവർത്തിയില്ല. അല്ലെ, എന്നെ കുറിച്ച് പറഞ്ഞത് അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും താങ്ക്സ്. ഒരു എന്താണ് ഒരു പാട്ട് കിട്ടുന്നത്, നമുക്ക് നല്ലോണം പാടാൻ സാധിക്കുന്നതൊക്കെ ഞാൻ വലിയൊരു ഈശ്വരാനുഗ്രഹമായിട്ട് കരുതുന്നു. റിമിയാണെങ്കിൽ ഒരു സ്റ്റേജിൽ ലൈവ്ലി ആക്കാൻ ഇത്രയും കഴിവുള്ള ഒരു കുട്ടിയെ, എനിക്ക് എന്റെ മോളെ പോലെ തന്നെയാണ്, ഒരു കഴിവുള്ള കുട്ടിയെ ഇതുപോലെ കാണാൻ പറ്റില്ല. അതുപോലെ റിമി നമുക്ക് അല്ലെ, സംഗീതത്തിന് വേൾഡിന് ദൈവം തന്ന ഒരു അനുഗ്രഹമാണ്. എനിക്ക് എപ്പോഴും നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് റിമിയുടെ കൂടെ ഇരിക്കുമ്പോഴത്തേക്കും. അതുകൊണ്ട്
വളരെ സന്തോഷം എനിക്ക് ഇവരോടൊത്ത് വിജിയുടെ കൂടെയൊക്കെ ഇരിക്കാൻ പറ്റിയത്. വളരെ സന്തോഷം. താങ്ക് യു. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. അനുഗ്രഹ, അപ്പം ജഡ്ജസിനൊക്കെ ഇഷ്ടപ്പെട്ടു. ഇനി റിസൾട്ട് ടാബ്ലേറ്റ് ചെയ്ത് കാണും, നമുക്ക് ചോദിക്കാം അല്ലേ? ഔട്ട് ഓഫ് 30 വിജേട്ടാ 26.75. 26.75. റിമി ചേച്ചി ഔട്ട് ഓഫ് 30. റിസൾട്ട് ടു ടാബ്ലറ്റ് എന്ന് പറഞ്ഞപ്പോൾ അർത്ഥം ടാബ്ലറ്റ് ഗുളിക ഞാൻ കഴിച്ചില്ല. അങ്ങനെയാണോ പറഞ്ഞത്? ടാബ്ലേറ്റ് ട്യൂബ്ലേറ്റ് എന്നാ എനിക്ക് മനസ്സിലായി. പറഞ്ഞതാ എനിക്ക് നല്ല ടാബ്ലേറ്റ് ചെയ്തു. ഓ ശരി. അപ്പൊ 30 മോള് 27.5. 27.5 on 30. ചേച്ചി ഞാൻ എത്ര തരണം മോളെ? എന്ത് വേണമെങ്കിലും ആവാം അല്ലേ? 20 ചെറിയ ഫ്രാക്ഷൻസ് ഒന്നും വേണ്ട അല്ലേ? 28 ആവാം. 28 on 30. Any out of 10 overall performance എത്ര മാർക്കാണെന്ന് നോക്കാം. ഔട്ട് ഓഫ് 3 എക്സ്പ്രഷന് ഞാൻ തരുന്നത് അത് 2.75 ഔട്ട് ഓഫ് 3. 2.75. റിമി ചേച്ചി സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ്. ഇതേപോലെ ഒരു പിയാനോ റൗണ്ടിൽ അവിടെ ഇരുന്ന് ആ പാടുന്ന കാണുന്ന ഒരു എന്താ പറയാ, ഒരു ജസ്റ്റ് അത്രയും ഒരുപാട് സ്റ്റേജുകളൊക്കെ പയറ്റി തെളിഞ്ഞ ഒരു സിംഗേഴ്സ് ഇരുന്ന് പാടുന്ന പോലെ എനിക്ക് തോന്നിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2.75 പ്ലസ് 2.5 3 ഔട്ട് ഓഫ് 3. 3 on 3. ചേച്ചി എനിക്ക് കോർഡിനേഷൻ വിത്ത് ദ പിയാനോ ആണ് ഞാൻ നോക്കിയത്. അത് വളരെ നന്നായിരുന്നു. റാൽഫിന് ഒരുപാട് താങ്ക്സ് പറയണം. ഈ കുട്ടികളോട് ക്ഷമയായിട്ട് ഇങ്ങനെ അവരെ ഗൈഡ് ചെയ്ത് ഈ സ്ഥിതിയിൽ കൊണ്ടുവന്ന കൊച്ചുകുട്ടികളല്ലേ. വേറെ ഒന്ന് എന്താന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പിച്ചിന് ഒരു കണ്ടിന്യൂറ്റി കിട്ടും. ഇതാകുമ്പോഴത്തേക്ക് ഒരു കണ്ടിന്യൂറ്റി ഇല്ലാത്ത ഒരു ഇതാണ്. അപ്പൊ ആ പിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ പാടുക എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ മനസ്സിനുള്ളിൽ ആ ഒരു സെൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് മോള് വളരെ നന്നായിട്ട് ചെയ്തു. പിന്നെ അതുകൊണ്ട് 3 വേണോ? ഞാൻ മറ്റൊരു നല്ല മാർക്ക് കൊടുത്തില്ലേ? 4 മോൾക്ക് 3 തരാം. 3 on 4. That makes your total score 91 on 100. താങ്ക് യു. നല്ലൊരു സ്റ്റാർട്ട് തന്നെയായിരുന്നു. ഞെട്ടിപ്പോയാ? ഇനിയും ഞെട്ടിപ്പിക്കണം. അടുത്ത റൗണ്ടും കൂടെ ഉണ്ട്. അതിൽ തകർത്ത് പെർഫോം ചെയ്ത് നല്ല മാർക്ക് മേടിക്കണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എന്റെ എല്ലാം എല്ലാമല്ലേ, എന്റെ ചേലത്ത ചെമ്പരുന്തല്ലേ, എന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, എന്റെ മാറിലെ മായാ ചന്ദനപ്പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. ഇത്രയും ഡിസ്ട്രാക്ഷൻസിന്റെ ഇടയിലും മോള് നന്നായിട്ട് പാടി. നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ, നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ, കരളിൽ കള്ളനീയല്ലേ. പകുതി ശ്രദ്ധ ഈ ഡ്രാമയിലേക്ക് പോകുന്നതിന്റെ ഒരു ഇതുണ്ടല്ലോ. പക്ഷെ പാട്ടിനെ അത് ബാധിച്ചില്ല. Ideal World Junior Idol Season 2. Jai Hind TV, for the family, for the nation. ITL World Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സിംഗ് ഫോർ ഫൺ റൗണ്ടുമായി എത്തുന്നു നമ്മുടെ സ്വന്തം ബിൻഹ റോസ്. ബിൻഹ ചേച്ചി ഇതെന്താ നൈറ്റിയിലോട്ട് ഇറങ്ങിയത്? വേറെ ഡ്രസ്സൊന്നും കിട്ടിയില്ലേ? ഒരു ചേഞ്ചിന്. ഒരു ചേഞ്ചിന് അല്ലേ? ഇന്ന് കോമഡി റൗണ്ട് ആണല്ലോ. നമ്മളൊക്കെ ചിരിപ്പിക്കൂലേ? ഏത് സോങ്ങാ? ഞാൻ പാടുന്നത് മീശമാധവൻ എന്ന ഫിലിമിലെ എന്റെ എല്ലാം എല്ലാം. നൈസ് സോങ് സെലക്ഷൻ. അപ്പം ഞങ്ങളൊക്കെ ചിരിക്കാൻ റെഡി ആയിരിക്കാണ്. നന്നായിട്ട് പാടുകയും വേണം. ഓൾ ദ ബെസ്റ്റ് ഫോർ യു. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. കൊച്ചെ നീ ഇവിടെ വന്ന് നിൽക്കുന്ന കണ്ടില്ലല്ലോ അച്ഛാ. ടെൻഷൻ അടിക്കാതെ, അവൻ മിലിറ്ററിന്ന് ഇങ്ങോട്ടല്ലേ വരുന്നത്. എന്നാലും വരും. കല്യാണം കഴിഞ്ഞ അന്ന് കാശ്മീരിലോട്ട് പോയതാ. വരുമ്പം കുറെ സാധനം കൊണ്ടുവരും.
ചേലത്ത ചെമ്പരുന്തല്ലേ നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ നിന്റെ മാറിലെ മായാ ചന്ദന പൊട്ടെനിക്കല്ലേ എനിക്കല്ലേ അയ്യടാ ചെവിട് എന്റെ എല്ലാം എല്ലാം അല്ലേ എന്റെ ചേലത്ത ചെമ്പരുന്തല്ലേ നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ നിന്റെ മാറിലെ മായാ ചന്ദന പൊട്ടെനിക്കല്ലേ എനിക്കല്ലേ കിളുങ്ങാക്കിങ്ങിണി ചുട്ടി ചിരിക്കാ ചെമ്പകമൊട്ടെ പിണങ്ങാൻ എന്താണ് എന്താണ് മിനുങ്ങാൻ എന്താണ് 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 മയങ്ങാൻ എന്താണ് 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 നിന്റെ എല്ലാം എല്ലാം അല്ലേ നിന്റെ ചേലത്ത ചെമ്പരുന്തല്ലേ നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ നിന്റെ മാറിലെ മായാ ചന്ദന പൊട്ടെനിക്കല്ലേ എനിക്കല്ലേ മേഘവിഷറിയുണ്ടാക്കാം മൂന്നാറിലെ മൂവന്തിയിൽ മുത്താരമായി മാറാം മുല്ല നിലാവത്ത് മിന്നുമരുവിൽ മുത്തരഞ്ഞണം തീർക്കാം നിന്നോട് മിണ്ടില്ല ഞാൻ നിന്നോട് കൂട്ടില്ല ഞാൻ നിന്നോട് മിണ്ടില്ല ഞാൻ നിന്നോട് കൂട്ടില്ല ഞാൻ കരളിൽ കള്ളൻ നീയല്ലേ പിണങ്ങാൻ എന്താണ് 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 മയങ്ങാൻ എന്താണ് 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 എന്റെ എല്ലാം എല്ലാം അല്ലേ എന്റെ ചേലത്ത ചെമ്പരുന്തല്ലേ നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ നിന്റെ മാറിലെ മായാ ചന്ദന പൊട്ടെനിക്കല്ലേ എനിക്കല്ലേ
ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. ഇന്നലെ ശല്യക്കാരുടെ ബഹളം കാരണം നമുക്കൊന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല. കുഴപ്പമില്ല, ഇനി 1 മാസം ലീവ് എടുക്കല്ലേ. 1 മാസം ഞാൻ 1 വർഷം പോലെ കൊണ്ടാണ്. ഇങ്ങോട്ട് വാ. മക്കളെ, നീ ഇവിടെ നിൽക്കണം. ഞാൻ പിന്നെ എവിടെ ചെന്ന് നിൽക്കണം? എടാ, നിനക്കൊരു ഫാക്സ് വന്ന് കിടക്കുന്നെന്ന്. എന്ത് പറ്റി ചേട്ടാ? ഇനി എന്തോന്ന് പറ്റാൻ? എടി, യുദ്ധം തുടങ്ങി ഇന്ന് തന്നെ കാശ്മീരിലോട്ട് തിരിക്കാൻ മുകളിൽ നിന്നുള്ള ഓർഡറാ. ഈശ്വരാ. പകുതി ശ്രദ്ധ ഈ ഡ്രാമയിലേക്ക് പോകുന്നതിന്റെ ഒരു ഇതുണ്ടല്ലോ. പക്ഷെ പാട്ടിനെ അത് ബാധിച്ചില്ല. നന്നായി പാടി, നല്ലൊരു സോങ് സെലക്ഷൻ. ഇത്രയും ഡിസ്ട്രാക്ഷൻസിന്റെ ഇടയിലും മോള് നന്നായിട്ട് പാടി. നമ്മൾ പാട്ടാണല്ലോ മെയിൻ ആയിട്ട് നോക്കണം. നന്നായിട്ട് പാടി. Ideal World Junior Idol Season 2. Jai Hind TV, for the family, for the nation. സെക്കൻഡ് സ്റ്റേജിലെ ഫസ്റ്റ് കോമഡി റൗണ്ട് ആയിരുന്നു. നന്നായിരുന്നു മോളെ, നന്നായിട്ട് പാടി. ആൻഡ് ഓൾ ദീസ് തിങ്സ് വർ സൂപ്പർബ്. നമുക്ക് കമന്റ്സ് അറിയാം അല്ലേ? ഓക്കെ, ജഡ്ജസ് മോളെ നന്നായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പകുതി ശ്രദ്ധ ഈ ഡ്രാമയിലേക്ക് പോകുന്നതിന്റെ ഒരു ഇതുണ്ടല്ലോ. പക്ഷെ പാട്ടിനെ അത് ബാധിച്ചില്ല കേട്ടോ. നന്നായിട്ട് പാടി കേട്ടോ. കൺഗ്രാറ്റ്സ്. ബിൻഹ, എന്റെ ഇതാണ് നന്നായി പാടി, നല്ലൊരു സോങ് സെലക്ഷൻ. പിന്നെന്താ പറയാ, നമുക്കങ്ങ് പൂർണ്ണമായിട്ട് പാട്ട് കേൾക്കാൻ പറ്റണില്ല. പക്ഷെ അതാണല്ലോ കോമഡി റൗണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എനിക്കൊരു ചെറിയ സജഷൻ പറയാൻ തോന്നിയത്, എനിക്ക് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് തന്നെയായിരിക്കും തോന്നിയത്, ഈ പാട്ടിന് ആയിട്ട് അത് ആ ഒരു സിറ്റുവേഷൻ ശരിക്കും വന്നോ എന്ന് എനിക്ക് അങ്ങനെ തോന്നിപ്പോയി. ഈ പാട്ടുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലുള്ള ഒരു സംഭവം സൈഡിൽ നടക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയത്. അതുകൊണ്ട് ഈ പാട്ടും ഇനി കോമഡി റൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ കുറച്ചുകൂടെ നമ്മുടെ ചേട്ടന്മാർ ഗംഭീരമായിട്ട് അഭിനയിച്ചു. അവര് ഓൾറെഡി തെളിയിച്ച നല്ല നടന്മാർ തന്നെയാണ്. പക്ഷെ ഇനി പാട്ടുമായിട്ട് കുറച്ചുകൂടെ ചേർന്ന രീതിയിലുള്ള ഒരു സ്കിറ്റ് ആണെങ്കിൽ പിന്നെ മോളെ ഒന്നും പറയാൻ പറ്റില്ല, കൊച്ചിന് പറയുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. മോള് പാട്ട് നന്നായി തന്നെ പാടിയിട്ടുണ്ട് കേട്ടാ. ബിൻഹയ്ക്ക് ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഡിസ്ട്രാക്ഷൻസിന്റെ ഇടയിലും മോള് നന്നായിട്ട് പാടി. നമ്മൾ പാട്ടാണല്ലോ മെയിനായിട്ട് നോക്കണം. നന്നായിട്ട് പാടി. എനിക്ക് അഭിപ്രായം തന്നെയാണ്. ഈ എന്ത് ഒരു വിഷ്വൽ ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ പാട്ടുമായിട്ട് അതിൻ്റെ കണ്ടന്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം അത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എല്ലാം അല്ലെ എന്തിനാ പിണങ്ങി അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഇവിടെ നേരെ തിരിച്ചുള്ള അനുഭവമാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ പാട്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണെങ്കിൽ നന്നായിരുന്നേനെ. അത് സാരമില്ല, ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ. അപ്പം ഇനി അങ്ങനെ എന്തെങ്കിലും വരുന്ന പക്ഷം അതുമായിട്ട് കുറച്ചുകൂടെ ബന്ധമുള്ളത് ഏത് സൈഡിൽ നിന്നാണോ നമ്മൾ ചോദിക്കുന്നത് അങ്ങനത്തെ ഒരു ഇത് തന്നെ അവതരണത്തിലും വരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും നന്നായിട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ബിൻഹ, നോ വറീസ്, ബിക്കോസ് മോളുടെ ഫോൾട്ട് അല്ല. യു സിംഗ് നൈസ്ലി. ബാക്കിയുള്ള എലമെന്റ്സ് ആണ് ജഡ്ജസ് പറഞ്ഞത്. ഇനി മാർക്സ് എങ്ങനെയുണ്ട് നോക്കാം. ഔട്ട് ഓഫ് 30 ചേട്ടാ 27.25. 27.25. ചേച്ചി 27 on 30. താങ്ക് യു. ഇനി ഓവറോൾ പെർഫോമൻസ് ഔട്ട് ഓഫ് 10. ബി ചേട്ടാ എക്സ്പ്രഷൻ 2.5 on 3. 2.5 on 3. റിം ചേച്ചി സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസിന് 3.75. 3.75. ചേച്ചി മോളുടെ ഇതിന്റെ ഇടയിലുള്ള ഒരു പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ക്വൈറ്റ് ഗുഡ്. 3 on 3, 2.75. 2.75 on 3. Bindha, your total score is 90.25 on 100. എനിക്ക് തോന്നുന്നു ഇതിന്റെ കുറച്ച് മാർക്ക് മോളുടെ അഭിനയത്തിന് തന്നെയാണ്. ഓക്കെ, അടുത്ത റൗണ്ട് ഇതിന് നന്നായിട്ട് മാർക്ക് വാങ്ങിക്കണം. ഗുഡ് ലക്ക്. താങ്ക് യു. താങ്ക് യു.
അങ്ങനെ ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2ന്റെ സെക്കൻഡ് സ്റ്റേജ് ഇവിടെ മനോഹരമായി തുടക്കം കുറിച്ചു. ഇനി വരുന്ന എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് സെക്കൻഡ് സ്റ്റേജ് ഓഫ് കോമ്പറ്റീഷൻ ആയിരിക്കും. വിത്ത് ലോട്ട്സ് ഓഫ് ഫൺ ആൻഡ് ലോട്ട്സ് ഓഫ് മ്യൂസിക്. വിൽ ബി റൈറ്റ് ബാക്ക് ഓൺലി ഓൺ ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2. ഗുഡ് നൈറ്റ്. കോമഡി റൗണ്ടിൽ ഈ പാട്ടാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ഞങ്ങൾ സംശയിച്ചു എന്തായിരിക്കും കോമഡി വരികയെന്ന്. പക്ഷെ കൺവിഴുത്ത് സ്വപ്നം കണ്ടേൻ എന്ന് പറഞ്ഞൊരു ലൈൻ ഉണ്ടല്ലോ. കൺ തുറന്ന് ഞാൻ സ്വപ്നം കണ്ടു എന്നുള്ളതാണ്. അപ്പൊ അത് ഭയങ്കര ചേർച്ച. കണ്ട ഭാവമുണ്ടോ തണ്ടയ്ക്ക്? ഒരു ഡിവൈൻ പെർഫോമൻസ് ആയിരുന്നു. അധികം സംസാരിക്കാൻ പോലും തോന്നില്ല. എന്റെ സംസാരം പോലും വളരെ മയപ്പെട്ടു പോയി ഈ പാട്ട് കേട്ടപ്പോൾ. അനുപലയും ചരണമൊക്കെ നന്നായിരുന്നു. അജൽ വലുതാവുമ്പോൾ ഒരു മികച്ചൊരു സിംഗറാവുന്നുള്ളത് ഉറപ്പാണ്. Bijiban and Anup Shankar's costume sponsored by Status, Safalim Complex, Palayam, Trivandrum. Remy Tommy and Meghna's costume sponsored by Zarina, Catholic Center, General Hospital Junction, Trivandrum.